ഹായ് ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ആണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ്. കാരണം എൻ്റെ വീഡിയോകളുടെ കീഴിൽ ധാരാളമായിട്ട് കമൻസുകൾ വരാറുണ്ട്. അതും മിക്കവാറും ലേഡീസിൻ്റെയാണ് ഈ ഷോൾഡറിൻ്റെ വേദന, ഷോൾഡറിൻ്റെ പ്രശ്നം കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ ഒരു വീഡിയോ ഷോൾഡർ പെയിൻ മാറ്റാനുള്ള ഒരു വീഡിയോ ഇടാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിന്ന് ആ വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഇതിന് വേണ്ടിയിട്ട് ചിലവഴിക്കാമെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഷോൾഡറിനെ നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം മിക്കവാറും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഷോൾഡറിൻ്റെ വേദന എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ തോളല് വേദന, ഓക്കെ, അതിനൊക്കെ തന്നെ ഫ്രീസൺ ഷോൾഡർ എന്ന് പറയും. നമ്മുടെ ഈ ഷോൾഡർ ഒരുമാതിരി മരവിച്ച അവസ്ഥ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വളരെ നിസ്സാരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനറൽ വാട്ടറിൽ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഈ വ്യായാമം ചെയ്യാം. ആരുടെയും സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടാൽ മാത്രം മതിയാവും. വളരെ എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാവും. ഓക്കെ, അപ്പം അല്പം പ്രായമായ ആൾക്കാർക്കും ഇത് വളരെ അനായാസമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഷോൾഡറൊക്കെ നല്ല സ്ട്രോങ് ആക്കി എടുക്കാൻ നിങ്ങളെ വളരെയേറെ സഹായിക്കുന്ന വർക്കൗട്ടുകൾ കൂടിയാണ്. അപ്പം ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് ആരംഭിക്കാം. ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, വാമപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം കൈകൾ ഇതേ കണക്ക് കൊണ്ടുവരാം, ഫ്രണ്ടിലോട്ട് പതുക്കെ ബാക്കിലോട്ട്. ഓക്കെ, ഈ ഒരു കണക്കായിരിക്കണം നിങ്ങളുടെ കൈകളുടെ ഒരു പൊസിഷൻ. അതിനുശേഷം പതുക്കെ ഇങ്ങനെ എൽബോ ബാക്കിലോട്ട് കൊണ്ടുപോവുക, മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം പതുക്കെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക കൈ. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നല്ല ഒരു വാമപ്പാണ് നമ്മുടെ ഷോൾഡറിന് വേണ്ടിയിട്ട്. 10 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ വാമപ്പായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം കൈകൾ നിവർത്തി പിടിക്കുക, പതുക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 3, 4, വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് കൈ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 10 പ്രാവശ്യം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ കൈകൾ തിരിച്ച് ഉള്ള പൊസിഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ 10 പ്രാവശ്യം ചെയ്യുക. വെരി നൈസ്. സാവധാനത്തിൽ ഇതേ കണക്ക് ചെയ്യാം. നമ്മൾ ഷോൾഡറിന് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ഭാഗത്തോട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വാമപ്പ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരല്പം ഇങ്ങനെ ബെൻഡ് ചെയ്തിരിക്കാം ചെയറിൽ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാം. 1, 2, 3, 4, വെരി നൈസ്. 5, 6, 10 പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ചെയ്യുക. 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത കൈ വെച്ചിട്ട് ഇതേ കണക്ക് നിങ്ങൾക്ക് ആവർത്തിക്കാം. 1, 2, 3, 4, 5, വെരി ഗുഡ്. 6, 7, 8, 9, 10. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് കസേരയിൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ ഷോൾഡർ ഭാഗം ഇങ്ങനെ അപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഓക്കെ, ഇത് നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം നമ്മുടെ വർക്കൗട്ട് ആരംഭിക്കാം. അപ്പം നമ്മുടെ 4 വാമപ്പ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ കുപ്പിയിൽ വെള്ളം നിറച്ചത് എടുത്തിട്ടുണ്ട്. ഓക്കെ, 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ്. അതിനുശേഷം നിങ്ങൾ ഇതേ കണക്ക് കുപ്പി കൊണ്ടുവരിക. നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിനുശേഷം സാവധാനത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് ഇതേപോലെ അപ്പ്. കൈകൾ പൂർണ്ണമായിട്ടും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. ഓക്കെ, ഹാഫായിട്ട് നിൽക്കരുത്, ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം. 2, പതുക്കെ താഴ്ത്തിറക്കുക. 3, വെരി ഗുഡ്. 4, നൈസ്. പതുക്കെ താഴ്ത്ത് കൊണ്ടുവരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ്, ബ്രീത്ത് ഔട്ട്. 5, ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. സാവധാനം കൺട്രോൾ ചെയ്ത് താഴ്ത്ത് കൊണ്ടുവരിക. ഇങ്ങനെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഇത് നിങ്ങളുടെ ഷോൾഡർ സ്ട്രെങ്തിങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു വർക്കൗട്ടാണ്. ഷോൾഡർ പ്രസ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്ക് 10 പ്രാവശ്യം ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. നൈസ്. അതിനുശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഒരു 3-4 സെക്കൻഡ് റിലാക്സ് ചെയ്യാം. വീണ്ടും നമ്മൾ ഒരു കുപ്പി എടുക്കുകയാണ്. ഓക്കെ, 1 സൈഡ് ചെയ്യാനായിട്ടാണ്, 1 സൈഡ് ലാറ്ററൽ റൈസ് ചെയ്യാനായിട്ടാണ്. അതിനുശേഷം ഒരു കൈ കസേരയിൽ ഹോൾഡ് ചെയ്യുക. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ 1, നൈസ്. താഴോട്ട് കൊണ്ടുവരിക. 2, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 3, നൈസ്. താഴോട്ട് കൊണ്ടുവരിക. ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. താഴോട്ട് വരുമ്പം ബ്രീത്ത് ഇൻ ചെയ്യുക. അപ്പ്, ബ്രീത്ത് ഔട്ട്. നൈസ്. ബ്രീത്ത് ഔട്ട്.
ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒരു കയ്യിൽ നിങ്ങൾ 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. ഇതും വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ ഷോൾഡർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമ രീതികളാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടുകളാണ്. അതിനുശേഷം നമ്മുടെ അടുത്ത കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുക. 10 പ്രാവശ്യം നമ്മൾ ചെയ്യുക. 3, വെരി ഗുഡ്. 4. നമ്മുടെ ബോഡി ഒന്നിട്ട് അധികമായിട്ട് കുലുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, നല്ല ഹോൾഡ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നതിന് ശേഷം വേണം നമ്മൾ വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ബോഡി ഒന്നിട്ട് അധികമായിട്ട് ഷേക്ക് ആക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഷോൾഡറിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക. മൈൻഡ് ആൻഡ് മസിൽ കണക്ഷൻ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോവാം. മൂന്നാമത്തെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കാം, ഇതേപോലെ. അതിനുശേഷം പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് 1, നൈസ്. ഒരു ചെറിയൊരു റൊട്ടേഷൻ വരുന്നുണ്ട് ഇതിനകത്ത് കൈകൾക്ക്. ഓക്കെ, 2, നൈസ്. 3, വെരി ഗുഡ്. 4, കൺട്രോൾ ചെയ്ത് പതുക്കെ താഴ്ത്തുകൊണ്ട് വരും ഇതേപോലെ. 5, ബ്രീത്ത് ഇൻ. 6, കമോൺ, ബ്രീത്ത് ഔട്ട്. ഇതേപോലെ നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത്. എല്ലാം നിങ്ങൾ 10 നമ്പർ വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, 10 നമ്പർ നിങ്ങൾ തുടക്ക സമയത്തൊക്കെ 10 നമ്പർ മാത്രം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു സ്റ്റാമിനയും കപ്പാസിറ്റിയൊക്കെ കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒരു 15ഓ 20ലോട്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ 3 വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 4ാമത്തെ നമ്മുടെ വർക്കൗട്ടിലോട്ട് പോകാം. വീണ്ടും നിങ്ങൾ കുപ്പിയെടുക്കുക. ഓരോ വർക്കൗട്ടിന് ശേഷവും നിങ്ങൾ ഒരു 3-4 സെക്കൻഡ് ഒന്ന് റെസ്റ്റ് എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം ചെസ്റ്റൊക്കെ അപ്പ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. 1, നൈസ്. ഡംബൽ സൈഡ് ലാറ്ററൽ റൈസ്. നമ്മുടെ കയ്യിലിപ്പോൾ ഡംബൽ ഇല്ലാത്തതുകൊണ്ട് വെറും ലാറ്ററൽ റൈസ്. ഓക്കെ, കമോൺ. 4, നൈസ്. എപ്പോഴും നമ്മൾ കൈ ഇതേ കണക്ക് വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക, പതുക്കെ ഡൗൺ ചെയ്യുക. ഓക്കെ, നൈസ്. 6, ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്, ഹോൾഡ്. ഇതേപോലെ നിങ്ങൾക്ക് 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, ഇതേപോലെ ബോഡിയൊന്നും ഷെയ്ക്ക് ആക്കാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് നിങ്ങൾ ചെയ്യുക. വെരി ഗുഡ്. ഒരു 2 ആഴ്ചയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഷോൾഡറിനൊക്കെ നല്ല ഒരു സ്ട്രെങ്ത്, നല്ലൊരു ബലമൊക്കെ വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് നമ്മുടെ അടുത്ത നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് ഹോൾഡ് ചെയ്യാം 2 ഭാഗത്തും കുപ്പികൾ. അതിനുശേഷം ഒരു കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മറു കൈ കൊണ്ട് 2, ഡൗൺ, പതുക്കെ താഴ്ത്ത് കൊണ്ടുവരിക. 3, വെരി നൈസ്. 4, 5, കൺട്രോൾ. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്, ഹോൾഡ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട് ഷോൾഡർ, ഫ്രണ്ട് ഡെൽറ്റോയിഡ് ഭാഗം ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വർക്കൗട്ടാണിത്. അതിനുശേഷം മറുകൈ ഇതെനിക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ അടുത്ത കയ്യിൽ 2, വെരി ഗുഡ്. താഴ്ത്ത് കൊണ്ടുവരിക, കൺട്രോൾ ചെയ്ത്. 3, ഹോൾഡ്. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. വെരി ഗുഡ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾ അടുത്ത കയ്യിലും 10 പ്രാവശ്യം ആവർത്തിക്കുക. നല്ല അടിപൊളി വർക്കൗട്ടാണിത്. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റിയ വളരെ അനായാസകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഓക്കെ, സ്ത്രീകൾക്ക് ഷോൾഡറിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് പ്രായമായി വരുന്നതോറും. അതിനുശേഷം 2 കുപ്പികൾ നിങ്ങൾ ഇതേപോലെ ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് മുകളിലോട്ട് ഉയർത്താം. പതുക്കെ താഴ്ത്ത് കൊണ്ടുവരിക. അപ്പ്, കൺട്രോൾ ചെയ്ത് താഴ്ത്ത് കൊണ്ടുവരിക. ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്, നൈസ്. ബ്രീത്ത് ഔട്ട്. 4, 5, വെരി ഗുഡ്. 6, നിങ്ങളുടെ കൈ പൂർണ്ണമായിട്ടും മുകളിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ഷോൾഡറിന് അത്രത്തോളം ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതിനൊക്കെ തന്നെ ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ബോഡി പോസ്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, 10 പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, ലാസ്റ്റ് വർക്കൗട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ
കുപ്പികൾ ഇതേപോലെ എടുക്കാം. അതിനുശേഷം നിങ്ങൾ കസേരയിൽ മുമ്പോട്ട് വരിക, ഒരല്പം മുമ്പോട്ടിരിക്കാം. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ ബെൻഡ് ആവുക. ഓക്കെ, ഇതേ കണക്ക് നിങ്ങളുടെ ബോഡിയെ ഒരു ബെൻഡ് പരുവത്തിൽ കൊണ്ടുവരിക. അതിനുശേഷം ഓക്കെ, നൈസ്, അപ്പ്, 1, ഇതേപോലെ സാവധാനം താഴ്ത്തു കൊണ്ടുവരാം. 2, 3, ഹോൾഡ്, 4, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ റെയർ ഡെൽറ്റ്സിന് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഡെൽറ്റോയിൻ്റെ ബാക്ക് വശത്തിന് നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ ഷോൾഡർ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനുള്ള വളരെ നിസ്സാരമായിട്ടുള്ള വർക്കൗട്ട്. ഓക്കെ, വിത്തൗട്ട് എനി എക്യുപ്മെൻറ്റ്സ്. ഇനി അടുത്തായിട്ട് നമുക്ക് 2 സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്യാം. വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യാനായിട്ട് നിങ്ങൾ കൈകൾ ഇതേ പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് മറുകൈ ഇതേ കണക്ക് പിടിക്കുക, എൽബോ ഭാഗത്തായിട്ട്. അതിനുശേഷം മാക്സിമം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. വർക്കൗട്ടിന് ശേഷം സ്ട്രെച്ചിങ് വളരെ നല്ലതാണ്. നമ്മുടെ മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്യിപ്പിക്കാനും സഹായിക്കും. ഇതേപോലെ അടുത്ത കൈയിലും സ്ട്രെച്ച് ചെയ്യുക. നൈസ്. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. 1-2 സെക്കൻഡ് നിങ്ങൾക്ക് ഇതിനൊക്കെ ഹോൾഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കൈ ഇതേ കണക്ക് ബാക്കിലോട്ട് കൊണ്ടുവരിക. നിങ്ങളുടെ മുതുഭാഗത്തായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത കൈ കൊണ്ട് നിങ്ങളുടെ എൽബോയിൽ ഇതേ കണക്ക് പിടിച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ബാക്കിലോട്ട്. വെരി നൈസ്. അതിനുശേഷം വീണ്ടും ഇതേ കണക്ക് ഒരു കൈ പതുക്കെ മുതുകിലോട്ട് പതുക്കെ സ്പർശിക്കുക. അതിനുശേഷം മറുകൈ ഇതേ കണക്ക് എൽബോയിൽ പിടിച്ചിട്ട് ഒന്ന് ഫോഴ്സ് ചെയ്ത് കൊടുക്കുക. നൈസ് സ്ട്രെച്ച്. അപ്പം ഇതോടുകൂടി നമ്മുടെ വർക്കൗട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.